Dear students, welcome. We are going to discuss 10th standard, 3rd chapter, pair of linear equations in two variables. Very simple chapter ആണ് ഈ ചാപ്റ്റർ. ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ലീനിയർ എന്താണെന്നുള്ളതും ഇക്വേഷൻ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ പെയർ ഓഫ് രണ്ട് ഇക്വേഷൻസ് ഉണ്ടായിരിക്കും. നമുക്ക് ആദ്യം ഈ ചാപ്റ്ററിനെ പറ്റി ജസ്റ്റ് ഒന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം. ഈ ചാപ്റ്ററിന്റെ പേര് നോക്കൂ, പെയർ ഓഫ് മീൻസ് എന്തായിരിക്കും? രണ്ടെണ്ണം ഉണ്ടായിരിക്കും. Linear equation. What is meant by the linear? Linear means degree 1. If the degree 1, it is known as the linear. നമ്മൾ ഇതിന് മുമ്പത്തെ ചാപ്റ്റർ പോളിനോമിയൽ പഠിച്ചു. ഡിഗ്രി 1 ആയ പോളിനോമിയൽ നമ്മൾ ലീനിയർ പോളിനോമിയൽ എന്ന് പറയും. ഡിഗ്രി 2 ആണെങ്കിൽ ക്വാഡ്രാറ്റിക് പറയും. ഡിഗ്രി 3 ആണെങ്കിൽ ക്യൂബിക് എന്ന് പറയും. അപ്പോൾ ഡിഗ്രി 1 ആണെങ്കിൽ ആണ് പറയുന്നത് തന്നെ ലീനിയർ എന്ന് പറയുന്നത്. അതായത് ഇതിൽ ഉപയോഗിക്കുന്ന എക്സിനൊക്കെ എക്സ് അല്ലെങ്കിൽ വൈ എന്നൊക്കെ ഉണ്ടായിരിക്കും. ഒരിക്കലും ഇതിൽ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാൻ പോകുന്നില്ല. ഇനി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ സൈൻ ഉള്ളതാണ് ഇക്വേഷൻ. ഇൻ ടു വേരിയബിൾ, രണ്ട് വേരിയബിൾ ഉണ്ടായിരിക്കും, എക്സും വൈയും എന്നുള്ള രണ്ട് വേരിയബിൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രണ്ട് വേരിയബിൾ ആയിട്ട് രണ്ട് ലെറ്ററുകൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പെയർ ഓഫ് രണ്ടെണ്ണം ഉണ്ടായിരിക്കും, ഡിഗ്രി 1 ആയിരിക്കും, ഈക്വൽ സൈൻ ഉണ്ടായിരിക്കും, രണ്ട് വേരിയബിൾ ഉണ്ടായിരിക്കും. ഇതിനാണ് പറയുന്നത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾ. ഒരു എക്സാമ്പിൾ തരാം. പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ 3x plus 4y plus 7 is equal to 0. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ രണ്ട് വേരിയബിൾ ഉണ്ട്, എക്സും വൈയും എന്നുള്ള രണ്ട് വേരിയബിൾ ഉണ്ട്. എക്സിന്റെ പവറും 1 ആണ്, വൈന്റെ പവറും 1 ആണ്. അതുകൊണ്ട് ഇത് ലീനിയർ ആണ്. ഇതിൽ ഈക്വൽ സൈൻ ഉള്ളത് കൊണ്ട് ഇക്വേഷൻ ആണ്. ഇനി നമ്മൾ തൊട്ടടുത്ത് തന്നെ വേറൊരു ഇക്വേഷൻ കൂടി എഴുതി. 6x minus 8y plus 13 equal to 0. ഇതും ഇതുപോലെ തന്നെ ലീനിയർ ആണ്. ഇങ്ങനെ രണ്ട് ലീനിയർ ഇക്വേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ദീസ് ടു ആർ ദ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ്. ഇനി ഇതിന്റെ ജനറൽ ഫോം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോം എന്താണ് നോക്കാം. എങ്ങനെയാണ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിളിന്റെ സ്റ്റാൻഡേർഡ് ഫോം? രണ്ട് ഇക്വേഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ എഴുതും a1x plus b1y plus c1 equal to 0. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ എഴുതുന്നത് a2x plus b2y plus c2 equal to 0. These two are the standard form of the linear equations in two variable. എന്തൊക്കെയാണത്? a1x plus b1y plus c1 equal to 0. The second one is a2x plus b2y plus c2 equal to 0. ഇനി ഈ ഇക്വേഷൻ നോക്കി, ഇതിൽ എന്താണ് a1, എന്താണ് b1, എന്താണ് c1? അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ a1x plus b1y plus c1 ആയിട്ട് കമ്പയർ ചെയ്യാണ്. സോ a1 എന്നുള്ളത് എന്താണ്? എക്സിന്റെ കോയിഫിഷ്യന്റ് ആണ്, അതായത് എക്സിന്റെ ഫ്രണ്ടിലുള്ള നമ്പർ ആണ്. ഇവിടെ എക്സിന്റെ ഫ്രണ്ടിൽ ഏതാ നമ്പർ ഉള്ളത്? 3 ആണ്. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും ഇവിടെ a1 എന്നുള്ളത് എന്താണ്? 3 ആണ്. ഇനി b1, what is the b1 in front of the y or coefficient of y? What is the coefficient of y here? 4. So b1 equal to what? 4. And what about the c1? c1 is the last one, the constant. What is the constant here? 7. So c1 is equal to 7. ഇനി നിങ്ങൾക്ക് ഇതേപോലെ a2 b2 c2 കാണാം. എന്താണ് a2? ഈ ഇക്വേഷൻ നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ a2 എന്നുള്ളത് എക്സിന്റെ ഫ്രണ്ടിലുള്ള നമ്പർ 6. b2, what about the b2? b2 എന്നുള്ളത് വൈന്റെ ഫ്രണ്ടിൽ ഏതാണ് ഇവിടെ ഉള്ളത്? 8 എന്ന് എഴുതരുത്. നിങ്ങൾ നെഗറ്റീവ് 8 എഴുതണം. കാരണം നെഗറ്റീവ് നമ്മൾ സ്പെസിഫൈ ആയിട്ട് നമുക്ക് സൈൻ ഇടേണ്ടി വരും. ഇനി c2, what is about the c2? c2 equal to 13. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾ. എന്താണ് ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോം? a1x plus b1y plus c1 equal to 0. a2x plus b2y plus c2 equal to 0. ഇനി ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാം. Okay students, next is the properties of these two linear equations in one variable. അതായത് ഈ ലീനിയർ ഇക്വേഷന് ഒരു ഗ്രാഫ് പേപ്പറിൽ നമ്മൾ വരയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? ലീനിയർ ഇക്വേഷൻ ആയതുകൊണ്ട് നമുക്ക് എന്താ കിട്ടുക? സ്ട്രേറ്റ് ലൈൻ ആണ് കിട്ടുക. ഇവിടെ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, അപ്പോൾ രണ്ട് സ്ട്രേറ്റ് ലൈൻ കിട്ടും. ഈ രണ്ട് സ്ട്രേറ്റ് ലൈനും ഒരേ സമയം ഒരു ഗ്രാഫിൽ വരച്ചാൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് നോക്കൂ. ഒന്നാമത്തെ ലൈൻ വരച്ചു, ഇങ്ങനെ പോയി. രണ്ടാമത്തെ ലൈൻ വരയ്ക്കുമ്പോൾ അത് ഇതിനെ ക്രോസ് ചെയ്ത് പോവുകയാണ്. ഇതാണ് ഫസ്റ്റ് കേസ്. ദിസ് ഇസ് ദ ഫസ്റ്റ് കേസ്. ഈ കേസ് എന്ത് സംഭവിക്കും? എത്ര തവണ ഇത് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്? ഓൺലി 1 ടൈംസ് അല്ലെ? ഇറ്റ് ഇന്റർസെക്ടിങ് ഓൺലി അറ്റ് 1 ടൈം. ഒരു തവണ മാത്രമാണ് ഇത് കൂട്ടിമുട്ടുന്നത്. സോ ഇന്റർസെക്ടിങ്, അതുകൊണ്ട് ഇന്റർസെക്ടിങ് ആയതുകൊണ്ട് എത്ര തവണ ഇത് കൂട്ടിമുട്ടുന്നുണ്ട് അത്രയും സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഓൺലി 1 സൊല്യൂഷൻ. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ പറയുക കൺസിസ്റ്റന്റ് എന്നുള്ളതാണ്. ഇത് കൺസിസ്റ്റന്റ് ആണ്. ഇനി അടുത്ത കേസ്, ഒന്നാമത്തെ ലൈൻ വരച്ചു, അതിങ്ങനെ വരച്ചു. രണ്ടാമത്തെ ലൈൻ വരയ്ക്കുമ്പോൾ ഇത് ഇതിന്റെ മുകളിലൂടെ പോവാണ്, കോയിൻസൈഡ് ചെയ്ത് പോവാണ്. ഓക്കെ, ദ ടു ലൈൻസ് ആർ കോയിൻസൈഡ്. അപ്പൊ എത്ര തവണ അത് ടച്ച് ചെയ്യുന്നുണ്ട്? ഇൻഫിനിറ്റ്ലി മെനി ടൈംസ് ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ? സോ വി ക്യാൻ സേ ദാറ്റ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. എത്ര സൊല്യൂഷൻ ഉണ്ട് ഇതിൽ? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ഒരുപാട് സൊല്യൂഷൻ ഉണ്ട് ഇതിൽ. കാരണം എന്താണ്? ആകെ ടച്ച് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ സൊല്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇത് എന്താണ്? ഇത് കൺസിസ്റ്റന്റ് ആണ്. ഇറ്റ് ഈസ് കൺസിസ്റ്റന്റ്.
അപ്പോൾ കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷൻ ഉള്ളതിനാണ് കൺസിസ്റ്റന്റ് എന്ന് പറയുക. എന്താണ് സൊല്യൂഷൻ? എക്സിനും വൈനും രണ്ട് ഇക്വേഷനിലും സാറ്റിസ്ഫൈ ചെയ്ത് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ടോ എങ്കിലും നമുക്ക് പറയാൻ പറ്റുക സൊല്യൂഷൻ ഉണ്ടെന്ന്. ഇനി മൂന്നാമത്തെ കേസിൽ ആദ്യം വരച്ച ലൈൻ ഇങ്ങനെയാണ്, രണ്ടാമത് വരച്ച ലൈൻ ഇതിന് പാരലൽ ആയിട്ട് പോയി, ഒരിക്കലും ടച്ച് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ടു ലൈൻസ് ആർ പാരലൽ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും സൊല്യൂഷൻ ഉണ്ടോ? ഇല്ല, ഒരിക്കലും ടച്ച് ചെയ്യില്ല. സോ നോ സൊല്യൂഷൻ ആണെങ്കിൽ എന്താണ് ഇതിന്റെ മീനിങ്? എന്താണ്? ഇത് കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ? ഇറ്റ് ഈസ് ഇൻകൺസിസ്റ്റന്റ്. അപ്പൊ മൂന്ന് കേസാണുള്ളത്. ഫസ്റ്റ് കേസിൽ രണ്ടും ടച്ച് ചെയ്യുന്നുണ്ട്, സോ ഇറ്റ് ഈസ് ഇന്റർസെക്റ്റിംഗ്. വൺ സൊല്യൂഷൻ കൺസിസ്റ്റന്റ്. സെക്കൻഡ് കേസിൽ രണ്ട് ലൈനും കോയിൻസൈഡ് ചെയ്യാണ്, കോയിൻസൈഡ്, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ കൺസിസ്റ്റന്റ്. തേർഡ് കേസിൽ പാരലൽ, നോ സൊല്യൂഷൻ, ഇറ്റ് ഈസ് ഇൻകൺസിസ്റ്റന്റ്. ഇനി എപ്പോഴും നമുക്ക് ഇങ്ങനെ ഗ്രാഫ് വരച്ച് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചോദിച്ചാൽ ഈ A1/A2 നോക്കും, B1/B2 നോക്കും, C1/C2 നോക്കും, എന്നിട്ട് നമ്മളിത് കമ്പയർ ചെയ്യും. എന്ത് ചെയ്യുക? കമ്പയറിംഗ് ദ റേഷ്യോ ഓഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. അതായത് ഇവിടെ A1/A2 നോക്കി, ഇവിടുത്തെ A1/A2. ഇനി അടുത്ത് നോക്കേണ്ടത് B1ഉം B2 നോക്കും, B1/B2. ഈ A1/A2 നോട്ട് ഈക്വൽ ടു B1/B2 ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്? ഈ രണ്ട് ലൈനും ഇന്റർസെക്ട് ചെയ്യും, വൺ സൊല്യൂഷൻ ഉണ്ടായിരിക്കും, കൺസിസ്റ്റന്റ് ആണ്. അപ്പോൾ കണ്ടീഷൻ എന്താണ്? A1/A2 നോട്ട് ഈക്വൽ ടു B1/B2. ഇനി ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് വരുന്നത് എപ്പോഴാണ് നോക്കുക? നമ്മൾ ഇതേപോലെ തന്നെ A1/A2 ചെയ്തു, B1/B2 ചെയ്തു, C1/C2 ചെയ്തു. ഇത് എല്ലാം ഈക്വൽ ആണ്. A1/A2, B1/B2, C1/C2 എല്ലാം ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതെന്താണ്? കോയിൻസൈഡ് ചെയ്യാണ്, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, സോ ഇറ്റ്സ് കൺസിസ്റ്റന്റ്. ഇനി പാരലൽ ആവാനുള്ള കേസ് എന്താ നോക്കുകയാണ്. അഗൈൻ വി ആർ ഫൈൻഡിങ് A1/A2, then B1/B2, then C1/C2. നമ്മൾ ഇതേപോലെ തന്നെ A1/A2, B1/B2, C1/C2 കണ്ടു. എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചോദിച്ചാൽ ഇത് ആദ്യത്തെ രണ്ടെണ്ണം ഈക്വൽ ആണ്. A1/A2 ഈക്വൽ ടു B1/B2 ബട്ട് നോട്ട് ഈക്വൽ ടു C1/C2. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും A1/A2 ഈക്വൽ ആണ് B1/B2 ബട്ട് നോട്ട് ഈക്വൽ ടു C1/C2 ആണെങ്കിൽ പറയാൻ പറ്റും ഇത് പാരലൽ ആണ്, ഇത് ഇൻകൺസിസ്റ്റന്റ് ആണ്. അതായത് ഇൻകൺസിസ്റ്റന്റ് പറയാൻ കാരണം എന്താ? ഇതിന് സൊല്യൂഷൻ ഇല്ല. അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രോപ്പർട്ടി. നമ്മൾ രണ്ട് ലീനിയർ ഇക്വേഷൻ ഒരു ഗ്രാഫ് പ്ലോട്ടിൽ വരയ്ക്കുമ്പോഴുള്ള കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ ഇന്റർസെക്ട്, അല്ലെങ്കിൽ കോയിൻസൈഡ്, അല്ലെങ്കിൽ എന്താണ് തേർഡ് വൺ ഈസ് പാരലൽ. ഇന്റർസെക്ട് ആവുന്നത് എപ്പോഴാണ്? A1/A2 നോട്ട് ഈക്വൽ ടു B1/B2. കോയിൻസൈഡ് ആവുന്നത് എപ്പോഴാണ്? A1/A2 ഈക്വൽ ടു B1/B2 ഈക്വൽ ടു C1/C2. പാരലൽ ആവുന്നത് എപ്പോഴാണ്? തേർഡ് കേസ് A1/A2 ഈക്വൽ B1/B2 ബട്ട് നോട്ട് ഈക്വൽ ടു C1/C2. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇത് വെച്ചുള്ള കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളും നമുക്കുണ്ട്. അതായത് രണ്ട് ഇക്വേഷൻ തരുമ്പോൾ നമ്മൾ ചോദിക്കും വെദർ ടു ഇക്വേഷൻസ് ആർ കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ഇതിന്റെ ഇൻട്രൊഡക്ടറി പാർട്ട്. ഇനി നമുക്ക് എക്സസൈസ് പ്രോബ്ലംസിലേക്ക് പോവാം. Okay students, let's discuss exercise 3.1 questions. First question, Aftab tells his daughter 7 years ago I was 7 times as old as you. Also 3 years from now I shall be 3 times as old as you will be. Represents situation algebraically and graphically. Algebraically നമ്മൾ റെപ്രസെന്റ് ചെയ്യണം, ഗ്രാഫിക്കലി നമ്മൾ സിറ്റുവേഷൻ എന്ത് ചെയ്യണം? റെപ്രസെന്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിന് രണ്ട് സെന്റൻസുകൾ ഉണ്ടാവും, രണ്ട് ഇക്വേഷൻസ് ഉണ്ടാക്കാനുള്ള രണ്ട് സെന്റൻസുകൾ ഉണ്ടായിരിക്കും. ഫസ്റ്റ് സെന്റൻസ് എന്താണ് പറയുന്നത്? അഫ്താബ് മകളോട് പറയാണ് 7 years ago 7 കൊല്ലം മുമ്പ് I was 7 times as old as you were then. നിനക്ക് അപ്പൊ എത്ര വയസ്സുണ്ടോ അതിനെക്കാട്ടിയും എനിക്ക് എത്ര വയസ്സുണ്ട്, എത്ര ടൈംസ് ഉണ്ട്? 7 ടൈംസ് എന്റെ ഏജ് ഉണ്ട്. അപ്പൊ നമുക്ക് പ്രസന്റ് ഏജ് കാണണം. Let the present age of Aftab. അഫ്താബിന്റെ ഏജ് നമുക്ക് എക്സ് എടുക്കാം. അഫ്താബിന്റെ ഏജ് നമുക്ക് എക്സ് എടുത്തു. ഹിസ് ഡോട്ടേഴ്സ് ഏജ് നമുക്ക് വൈ എടുക്കാം. ഇനി രണ്ട് കണ്ടീഷൻ പറയുന്നത് 7 years ago. കണ്ടോ നിങ്ങൾ? 7 years ago അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സോ ഫസ്റ്റ് കേസ് 7 years ago 7 കൊല്ലം മുമ്പ്. 7 കൊല്ലം മുമ്പ് എന്താ പറയുന്നത്? ഇപ്പൊ അഫ്താബിന്റെ ഏജ് എക്സ് ആണെങ്കിൽ 7 കൊല്ലം മുമ്പ് എത്ര ഉണ്ടായിരിക്കും? അഫ്താബിന്റെ ഏജ് എക്സ് മൈനസ് 7. ഇപ്പൊ ഡോട്ടറുടെ ഏജ് വൈ ആണ്. സോ ബിഫോർ 7 year 7 കൊല്ലം മുമ്പ് എത്ര ഉണ്ടായിരിക്കും? വൈ മൈനസ് 7. ഇത് രണ്ടിലുള്ള കണ്ടീഷനാണ് പറയുന്നത്. I was എനിക്ക് 7 times as old as you. എന്റെ വയസ്സ് നിന്റെ വയസ്സിന്റെ എത്ര ടൈംസ് ആണ്? 7 times. മൈ ഏജ് എന്റെ ഏജിന്റെ എത്ര ടൈംസ് ഉണ്ട്? അഫ്താബിന്റെ ഏജ് മകളുടെ വയസ്സിന്റെ 7 ടൈംസ് ഉണ്ട്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടാക്കേണ്ടത്. ഇപ്പോഴത്തെ പ്രസന്റ് ഏജ് എക്സും വൈയും ആണ്. 7 കൊല്ലം മുമ്പ് എക്സ് മൈനസ് 7ഉം വൈ മൈനസ് 7ഉം. ഈ എക്സ് മൈനസ് 7 എന്നുള്ളത് മകളുടെ 7 കൊല്ലം മുമ്പുള്ള വയസ്സിന്റെ 7 ടൈംസ് ആണ്. 7 ഇൻറ്റു ഇപ്പൊ നോക്കൂ, എക്സ് മൈനസ് 7 ഈസ് എക്സ് മൈനസ് 7. 7 ഇൻറ്റു വൈ 7y. 7 ഇൻറ്റു മൈനസ് 9 മൈനസ് 49.
ഇത് നമുക്ക് പറ്റും എക്സ് ഇവിടെ നിർത്തി ഈ 7y ഇങ്ങോട്ട് കൊണ്ടുവരിക -7y -49 ഇങ്ങോട്ട് കൊണ്ടുവരിക ഇവിടെ ഓൾറെഡി -7 ഉണ്ട് -7 ഉം -49 ഉം +42 equal to 0. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫസ്റ്റ് ഇക്വേഷൻ ആണ് x - 7y + 42 equal to 0. ഇനി സെക്കൻഡ് കേസ്, വാട്ട് ഇസ് ദ സെക്കൻഡ് കേസ്? സെക്കൻഡ് കേസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓൾസോ 3 years from now, 3 കൊല്ലം മുമ്പ് അല്ലേ? ഇതിപ്പോ 3 years from now നമ്മൾ എഴുതി 3 years. കേസ് 2 after 3 years. Case 2. What is the case 2? After 3 years. 3 കൊല്ലം മുമ്പ്. 3 കൊല്ലം മുമ്പ് എന്തെല്ലാം സംഭവിക്കുന്നത്? I shall be 3 കൊല്ലം കഴിഞ്ഞാൽ. Case 2 after 3 years. അതായത് 3 കൊല്ലത്തിന് ശേഷം. ഇപ്പോഴത്തെ ഏജ് എക്സും വൈയും ആണെങ്കിൽ 3 കൊല്ലം കഴിഞ്ഞാൽ എന്തായിരിക്കും? ഓരോരുത്തർക്കും വയസ്സ് കൂടും. x+3 ആയിരിക്കും, y+3 ആയിരിക്കും. ഇതിന്റെ റിലേഷൻ എന്താ പറയുന്നത്? I shall be 3 times as old as you will be. നിന്റെ വയസ്സിന്റെ എത്രയാണോ അതിന്റെ 3 times ആയിരിക്കും എന്റെ വയസ്സ്. അച്ഛന്റെ വയസ്സ്, അഫ്താബിന്റെ വയസ്സ്, മകളുടെ വയസ്സിന്റെ 3 times ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും x+3 is equal to 3 into y. What is 3 into y? 3y. 3 into 3, 9. X, bring this 3y here, -3y, +3 is already here. We are taking this +9 to here. So it become +3 - 9 equal to 0. That is x - 3y -6 equal to 0. ഇങ്ങനെയാണ് ചെയ്യുക. x - 3y -6 equal to 0. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ രണ്ട് ഇക്വേഷനും ചെയ്തു. ഇതാണ് നമ്മൾ പറയാ ആൾജിബ്രിക് എക്സ്പ്രഷനിൽ നമ്മൾ എന്ത് ചെയ്തു? ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണത് കേട്ടോ. ആൾജിബ്രയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. ഇനി അടുത്ത് എന്താണ്? ഗ്രാഫിക്കലാണ്. ഗ്രാഫ് വരച്ചിട്ട് നമുക്ക് ചെയ്യാം. അത് വേറെ സെക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് എടുത്തു തരാം. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ: The coach of a cricket team buys 3 bats and 6 balls for ₹3,900. Later she buys another bat and 3 more balls for the same kind for ₹1,300. We want to express this in algebraically. എന്താ രണ്ട് കണ്ടീഷൻ പറയുന്നത്? ഒരു ക്രിക്കറ്റ് ടീമിന്റെ കോച്ച് ആദ്യം എത്ര വാങ്ങണ? 3 ബോളും 6 ബാറ്റും എത്ര രൂപയ്ക്ക് വാങ്ങി? ₹3,900. അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? നമുക്കിവിടെ രണ്ട് കാര്യങ്ങൾ അറിയില്ല. അറിയാത്തതൊക്കെ നമുക്കൊരു വേരിയബിൾ ആണ്. എന്തറിയില്ല? ഒരു ബാറ്റിന് എത്രയാ വില എന്നറിയില്ല, ഒരു ബോളിന് എത്രയാ വില അറിയില്ല. അപ്പൊ നമ്മൾ എഴുതി ലെറ്റ് പ്രൈസ് ഓഫ് എ ബാറ്റ് x, പ്രൈസ് ഓഫ് എ ബോൾ എത്രയാണ്? y ആണ്. ബാറ്റിന്റെ വില എക്സും ബോളിന്റെ വില എത്രയാണ്? y എഴുതി. ഇനി കേസ് 1 ഫസ്റ്റ് കണ്ടീഷൻ. വാട്ട് ഇസ് ദ കേസ് 1? 3 ബാറ്റ് ആൻഡ് 6 ബോൾ. ഒരു ബാറ്റിന് x ആണെങ്കിൽ 3 ബാറ്റിന് എത്ര ഉണ്ടായിരിക്കും? 3x. ഒരു ബോളിന് y ആണെങ്കിൽ 6 ബോളിന് എത്ര ഉണ്ടായിരിക്കും? 6y. എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? 3,900. ഇതാണ് ഫസ്റ്റ് 1. ഇനി കേസ് 2. വാട്ട് ഇസ് ദ കേസ് 2? ലേറ്റർ പിന്നീട് അവൾ വാങ്ങുകയാണ്. ഷീ ബൈസ് അനദർ ബാറ്റ്. അനദർ ബാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ബാറ്റാ? ഒരു ബാറ്റേ ഉണ്ടായിരിക്കുള്ളൂ. സോ 1x or x പ്ലസ് 3 more ball. 3 ബോളും കൂടി കൂടുതൽ വാങ്ങി. അപ്പോൾ 3y. എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? 1,300. ഇതാണ് കണ്ടീഷൻ. ക്ലിയർ ആണല്ലോ? എന്തായാലും ആദ്യം 3 ബാറ്റും 6 ബോളും 3x + 6y. പിന്നെ ഒരു ബാറ്റും 3 ബോളും 3x + 3y equal to 1,300. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ എക്സസൈസിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കോസ്റ്റ് ഓഫ് 2 kg ആപ്പിൾസ് ആൻഡ് 1 kg ഗ്രേപ്സ് ഓൺ എ ഡേ വാസ് ഫൗണ്ട് ടു ബി ₹160. എന്തൊക്കെയാണ് പറയുന്നത്? 2 കിലോ ആപ്പിളും 1 കിലോ ഗ്രേപ്പിനും കൂടി എത്ര രൂപയാണ്? 160. അപ്പൊ നമ്മൾ സാധാരണ എന്ത് ചെയ്യും? 1 കിലോ ആപ്പിളിന്റെ പ്രൈസ് ഫോർ 1 kg ആപ്പിൾ, ഫോർ 1 kg ആപ്പിൾ എത്ര എടുക്കും നമ്മൾ? ₹x. 1 kg ഗ്രേപ്പ് ₹y. 1 കിലോന് ആപ്പിളിന് x, 1 കിലോ ഗ്രേപ്പിന് എത്രയാണ്? y. ആദ്യം എന്ത് പറഞ്ഞു? 2 കിലോ ആപ്പിൾ ആണ്. സോ 2x. എത്ര കിലോ ഗ്രേപ്പ് വാങ്ങി? 1 കിലോ. സോ 1y or 1y equal to 160. This is the first equation. Second equation, after a month, ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്ത് വില കൂടിയല്ലേ? സ്വാഭാവികമായിട്ടും 4 കിലോ ആപ്പിൾ ആയി. 4 കിലോ ആപ്പിളിന് എത്ര വരും? 4x. പിന്നെ എന്ത് സംഭവിച്ചു? 2 kg grape, 2y is found to be ₹300. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഇവിടെ യൂണിറ്റ് എഴുതേണ്ട ആവശ്യമില്ല. ഈക്വൽ ടു 300. 4x + 2y = 300. 2x + y = 160. 4x + 2y = 300. This is the algebraic expression of this question. Okay, thank you. Then we are moving to the next topic.